ഹലോ എവരിവൺ, യാനിസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മാജിക് റിങ്ങും അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ക്രോഷ്യറ്റ് സർക്കിളും എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അതിന് ഞാൻ 4mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു അക്രിലിക് യാണും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഹുക്കും അതിന് ചേരുന്ന യാണും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇതൊക്കെ ഈ മാജിക് റിങ് നമ്മൾ ഒരുപാട് പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചൊരു ട്രിക്കി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 വിരൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഈ യാണൊന്ന് റാപ്പ് ചെയ്യാണ്. റാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ക്രോസ് ആയിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് വിരലിൻ്റെ മുകളിൽ റാപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക് സൈഡിലേക്ക് ഒന്ന് ക്രോസ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തതിന് ശേഷം അത് പോയി ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഹുക്ക് എടുത്തിട്ട് ആദ്യം കാണുന്നതിൻ്റെ അടിയിലൂടെ ഹുക്ക് എടുക്കുക. ആദ്യം കാണുന്ന ആ ഒരു യാണിൻ്റെ അടിയിലൂടെ എടുക്കുക. എന്നിട്ട് മറ്റേ യാണ് നമ്മൾ വലിച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ? ഈ ഒരു രീതിയിൽ വലിച്ചെടുക്കുക. ഇത് നമ്മൾ കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് പറ്റും. എല്ലാവർക്കും കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. പാടായിട്ടല്ല, അതൊരു ട്രിക്കിയാണ്. കുറച്ച് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു രീതിയിലാണ് വലിച്ചെടുക്കുന്നത്. വേറൊരു മെത്തേഡൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെയിനും കൂടെ ചെയ്യണം. എന്നാലേ അത് അവിടെ സെക്യൂറായിട്ട് നിൽക്കുള്ളൂ. മറ്റ് നമ്മൾ ഈ കൈ വിടുന്ന സമയത്ത് അത് ഊരിങ്ങ് പോരും. അപ്പോൾ ഇതാണ് ഒരു മാജിക് റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ബാക്കി സ്റ്റിച്ചസൊക്കെ ഇടുന്നത്. അപ്പം ഒരുപാട് പ്രൊജക്റ്റിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. റൗണ്ടായിട്ട് വരുന്ന എല്ലാ പ്രൊജക്റ്റിനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഇല്ല, പഠിച്ചെടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇനി വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാവേ ഇതിൻ്റെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിച്ചില്ലേ, അതേപോലെ തന്നെ നമ്മളൊരു കെട്ടിടാൻ വേണ്ടിയിട്ടുള്ള പോലെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ക്രോസാക്കി പിടിച്ചയാണ് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വലിച്ചെടുക്കണം. ഇത് കുറച്ചൊരു മെനക്കെട്ട പണിയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ യാണ് ഒരു ലൂപ്പായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എയിം കിട്ടില്ല, അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ നമുക്കൊരു ലൂപ്പ് പോലെ കിട്ടും. എന്നിട്ട് അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അപ്പോൾ അവിടെ ടൈറ്റായിട്ട് വരും. ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. അപ്പോൾ നമുക്ക് മാജിക് റിങ് കിട്ടും. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിനെ കുറച്ചുകൂടി മനസ്സിലാക്കി തരാൻ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇനി നമുക്ക് സർക്കിൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു മാജിക് റിങ് ഉണ്ടാക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സ്റ്റിച്ചസ് ഇടുന്നത്. ഇപ്പം ഞാൻ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഇടണമെങ്കിൽ ആ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ ഹൈറ്റിൽ ഈ ഒരു ഭാഗം വരണം. ഇപ്പം നമുക്ക് ഒരു ചെയിനേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഒരു ചെയിനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചസ് ഇടാൻ പോകാം. സ്റ്റിച്ചസിന് വേണ്ടിയിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നിങ്ങൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ കാണുക. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡബിൾ ക്രോഷ്യ ഒക്കെ പഠിച്ചിട്ട് വേണം മാജിക് റിംഗ് ഒക്കെ പഠിക്കാൻ വരാൻ. എന്നിട്ട് ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് നേരത്തെ നമ്മൾ പഠിച്ചത് ചെയിനിൽ എങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റിച്ചസൊക്കെ ഇടണം. അപ്പോൾ സ്റ്റിച്ചസ് ഫോം ചെയ്ത് കണ്ടോ, ആദ്യത്തെ ചെയിൻ 2 നമുക്കൊരു സ്റ്റിച്ച് പോലെ ഫീൽ ചെയ്യും. പിന്നെ സ്റ്റിച്ചസ് ഇടുന്ന സമയത്ത് അതിനാണ് ചെയിൻ 2 ഇടുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റിച്ചും കൂടെ ഈ ഒരു റിങ്ങിലേക്ക് ഇടാം. ഇപ്പം ഞാൻ 12 സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്, 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിങ് ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആൻഡ് ഈസി ആയിട്ടുള്ള കാര്യമാണ് ഈ മാജിക് റിങ് ക്ലോസ് ചെയ്യൽ. അതിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്കൊരു ടെയിലൻഡ് കാണാം. ആ ടെയിലൻഡ് പിടിച്ച് വലിക്കുക. കണ്ടോ, എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു. എന്നിട്ട് അത് നല്ല ടൈറ്റായിട്ട് വലിച്ചിടണം. അപ്പം നമുക്ക് ആ റിങ് ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഒരു സർക്കിളായിട്ട് ഫോം ചെയ്ത് കണ്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന ചെയിൻ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയിൻ 2 ചെയ്തില്ലേ, ആ ചെയിനാണത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ത്രെഡ് മാത്രം, ഒരു യാൺ മാത്രം വലിച്ചെടുക്കുക, ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ 2 ലൂപ്പുണ്ട്. ഇനി ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലേക്ക് മെല്ലെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ യാൺ ഓവർ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വലിച്ചെടുക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ റൗണ്ട് ക്ലോസ് ആയത് നമുക്കിപ്പം കാണാൻ പറ്റും.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബേസിക് ആയിട്ടൊരു സർക്കിൾ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സർക്കിളിൻ്റെ ബാക്കി അടുത്ത ലൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയിൻ 2 ചെയ്യണം. നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെയിൻ 2 ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്തിട്ട് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പ് കാണാം നിങ്ങൾക്ക്. ആദ്യത്തെ ചെയിനിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടോ? അവിടെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ ഒന്നാണെങ്കിൽ ഇനി 2 എണ്ണം വെച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചെയിൻ സ്റ്റിച്ച് കണ്ടോ? ഇതാണ് അടുത്ത ചെയിൻ സ്റ്റിച്ച്. അതിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. കണ്ടോ? അതേ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ചും കൂടെ ഇടണം. അതായത് ഒരു ചെയിൻ സ്റ്റിച്ചിൽ 2 എണ്ണം വെച്ച് ചെയ്യണം. ഇനി അങ്ങോട്ട് ഫുൾ റൗണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. റൗണ്ടിൻ്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വീതി അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കപ്പ് പോലെ ആയിപ്പോവും. മനസ്സിലായോ? ഒരു ക്യാപ്പ് പോലെ വരും. നമുക്കിത് ഫ്ലാറ്റായിട്ട് കിട്ടണ്ടേ? അപ്പോൾ ഫ്ലാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ റേഡിയസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അതായത് ഇനി കാണുന്ന എല്ലാ സ്റ്റിച്ചിലൂടെയും 2 സ്റ്റിച്ചസ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സർക്കിൾ പോലെ ഫോം ചെയ്യും. ഇപ്പം കണ്ടോ? ഈ ഒരു രീതിയിൽ നേരത്തെ സർക്കിൾ കണ്ടു, ഇതിൻ്റെ അടുത്ത ലെയറാണിത്. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്ന സ്റ്റിച്ചിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിന് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക, എന്നിട്ട് ആ ലൂപ്പ് തന്നെ മറ്റേ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ എന്തായി? നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബേസിക് സർക്കിൾ ഫോം ചെയ്യുന്നത്. നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ അടുത്ത ലൈന് ചെയ്യുമ്പോഴേ ചെയിൻ സ്റ്റിച്ചിൻ്റെ ടോപ്പിലുള്ള 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇടണേ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വർക്കൊക്കെ വരുന്ന സമയത്ത് പ്രൊജക്ട്സൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാം. എനിവേ ഈ ഒരു രീതിയിലാണ് നമ്മൾ സർക്കിൾ ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുകൂടെ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് പ്രൊജക്ട്സിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.